വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മട്ടൻ വെച്ചിട്ടൊരു സ്റ്റൂ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ വാങ്ങാൻ കിട്ടുന്നതാണ്. കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഒരു സവാള അതൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ സവാള വാടി വന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുക്കാം. മല്ലിയില, പച്ചമുളക്, പുതിന, കുറച്ച് മഞ്ഞളിട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നന്നായി വാടി വന്നിട്ട് ഇതൊക്കെ പച്ചമണം പോയി വന്ന് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സാധനങ്ങളൊക്കെ ഒഴിച്ച് വെക്കാനുണ്ട്. ഒരു കപ്പ് തൈര്, അണ്ടി, കാഷ്യൂ, അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ബദാം, കുറച്ച് പിസ്ത അരച്ചെടുത്താണ്. ഇനി ഇതിലേക്ക് നമുക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം. ഈ മട്ടൺ ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി ചേർത്തെടുക്കുക. കുറച്ച് നേരം നന്നായി ഒന്ന് ചേർത്തെടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ലോണം ഇതിൽ കിടന്ന് ഇതൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. ഞാൻ കുക്കറിലേക്ക് പാർന്നിട്ടുണ്ട്. കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ മിക്സിൻ്റെ ജാറൊക്കെ കഴുകിയ വെള്ളമാണ്. ഇത് വെക്കുമ്പോൾ വേണമെങ്കിൽ ഈ മട്ടൺ ഒന്ന് ആ നെയ്യിലിട്ട് വാട്ടിയിട്ട് മസാല ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഞാൻ മസാല ഇട്ടിട്ടാണ് മട്ടൺ ഇട്ട് കൊടുത്തത്. ഇനി ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇത് പൊറാട്ടക്കൊക്കെ നല്ലോണം പറ്റും. കാരണം ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പം നല്ല ടേസ്റ്റും ഉണ്ടാവും. വേണ്ടേ 3/4 കിലോ മട്ടനാണ്. ഇത് തയ്യാറായി വന്നിട്ട് നമുക്കൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം. അണ്ടിപ്പരിപ്പ്, ബദാം എല്ലാം ഞാൻ പാലിലാണ് അരച്ചത്. ഒരു കപ്പ് പാലെടുത്തിട്ട് അണ്ടിപ്പരിപ്പും ബദാമും അരച്ചെടുത്ത്. ഒരു 25 ബദാമുണ്ട്, ഒരു 20 അണ്ടിപ്പരിപ്പുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചോട്ടെ. എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. മട്ടൻ വാങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, അപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഇതെല്ലാ കറിക്കും പറ്റും. എല്ലാ പൊറോട്ട, ചപ്പാത്തി, പത്തിരി എല്ലാത്തിനും പറ്റും. കണ്ടോ, നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ നല്ലതാണ്. ഇനി നോമ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവർക്കും നല്ലതാണ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.